ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എനിക്ക് റിപ്പയർ ചെയ്യാനായിട്ട് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് ടയോട്ട ഫോർച്യൂണറിൻ്റെ ക്ലസ്റ്റർ മീറ്ററാണ്. കസ്റ്റമർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫ്യൂൽ മീറ്റർ ഗേജ് പ്രോപ്പർ അല്ല, എത്ര അടിച്ചാലും അത് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഗേജ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കുക. ഞാൻ ഇവിടെ സിഗ്നൽ ആർട്ടിഫിഷ്യലായിട്ട് കൊടുത്തിട്ടിരിക്കുകയാണ്, ആ സമയത്ത് ഇത് പൊങ്ങിക്കൊണ്ടേയിരിക്കുക. കണ്ടോ, ചെറിയ രീതിയിൽ എടുത്തുകൊണ്ടിരിക്കുക. ഇത് എത്ര അടിച്ചാലും ഇത് പകുതിയിലേ നിൽക്കത്തുള്ളൂ. ചിലപ്പോൾ ഇത് ഡൗൺ ആയി വന്നാലും പകുതിയിൽ വന്ന് നിൽക്കും. ഫ്യൂല് തീർന്നാലും കറക്റ്റ് പ്രോപ്പറായിട്ടല്ല കാണിക്കുന്നത്, എപ്പോഴും പകുതിയായിരിക്കും കാണിക്കുന്നത്. അത് കോമൺ ആയിട്ടൊരു ഇഷ്യൂ ആണിത്. എല്ലാ വണ്ടിക്കും ഉള്ളതാണ്, ടയോട്ടയുടെ മിക്ക വണ്ടിക്കും ഈ ഒരു ഇഷ്യൂ ഉള്ളതാണ്. ഇത് നമുക്കിത് റിപ്പയർ ചെയ്ത് കൊടുക്കണം. കൊറിയർ വന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഫുള്ള് സിഗ്നൽ കൊടുത്തിട്ടിരിക്കുകയാണ്, എന്നിട്ടും അത് ഫുള്ള് പൊങ്ങിയിട്ടില്ല, പകുതിയിൽ വന്നങ്ങ് സ്റ്റോപ്പായി. ഇത് താന്ന് വരുന്നത് നമ്മൾ എത്ര ഡീസൽ അടിച്ചാലും ഇത് പകുതിയിൽ വന്ന് നിൽക്കും, താന്ന് പ്രോപ്പറായിട്ട് ഡൗൺ ആയി വരത്തില്ല. അതാണ് എല്ലാത്തിനും കോമൺ ആയിട്ട് കാണുന്നൊരു ഇഷ്യൂ. ഇതിൻ്റെ മദർ ബോർഡിലാണ് ഇഷ്യൂ വരുന്നത്, ബാക്ക് സൈഡിലാണ്. ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ട്, നമുക്ക് റിപ്പയർ ചെയ്യണത്. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഇതാണ് നമ്മളെ ഫോർച്യൂണറിൻ്റെ ബാക്ക് PCB. ഇവിടെയാണ് നമുക്ക് കംപ്ലൈൻ്റ് ഉള്ളത്, ഇവിടെയാണ് ശരിയാക്കേണ്ടത്. ഇത് ഫുൾ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടും. ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്ക ആൾക്കാർ ഇത് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് കമ്പനിയോ പറയാറുള്ളത് ചേഞ്ചിങ് ആണ്. ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല കോസ്റ്റ്ലിയാണിത്. പെട്ടെന്ന് ഓടിച്ചൊന്നും മേടിക്കാൻ പറ്റില്ല. ടയോട്ടയുടെ സാധനങ്ങളെല്ലാം വില കൂടുതലാണ്. ഫ്ലോട്ട് ചെയ്യാൻ നല്ല പൈസ ഉണ്ട്. ടാങ്കിലെ ഫ്ലോട്ടാണ് ഫസ്റ്റ്. ഇത് വർക്കാവേണ്ടി വരുന്ന സമയത്ത് എല്ലാവർക്കും ഫസ്റ്റ് തോന്നണത് ഇതിൻ്റെ ഫ്ലോട്ടായിരിക്കും എന്നാണ്. ടാങ്കിലെ ഫ്ലോട്ട് മാറിയാലും ഇത് മാറത്തില്ല, ഈ കംപ്ലൈൻറ്റ്. നമുക്കിത് ഇളക്കി റിപ്പയർ ചെയ്ത് കഴിച്ചു കൊടുത്താൽ ഇത് മാറും. ഇത് നമുക്ക് ചെക്ക് ചെയ്യണം, ഇത് ഓരോന്നോരോന്നായിട്ട് ഇത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണ സമയത്ത് ഇത് കംപ്ലൈൻറ്റ് കിട്ടും. ക്ലസ്റ്റർ മീറ്റർ ഫോർച്യൂണറിൻ്റെ അങ്ങനെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. സക്സസ്ഫുള്ളി റിപ്പയറിംഗ് ആണ്, പുതിയതുപോലെ ആയിട്ടുണ്ട്. ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല, ആർക്കും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യവുമില്ല. ചാടിക്കയറി ആരും ചേഞ്ച് ചെയ്യലും. ഫോൾട്ട് മീറ്ററിലാണ്. ജസ്റ്റ് ഈ ഫ്യൂവലിൻ്റെ ഗേജ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആരും കയറി ചേഞ്ച് ചെയ്തോളാലും. ഫസ്റ്റ് ആൾക്കാർ പോയി ഫ്ലോട്ടാണ്, ടാങ്കിൽ ഫ്ലോട്ടാണ് ചേഞ്ച് ചെയ്യണം. ഫ്ലോട്ടിന് നല്ല പൈസയുണ്ട്, ഫ്ലോട്ട് ചേഞ്ച് ചെയ്യലും. ഇത് റിപ്പയർ ചെയ്തിരിക്കുന്നതാണ്, ഒരു കുഴപ്പമില്ല, മര്യാദയ്ക്ക് വർക്കാവുന്നുണ്ട്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഫ് ടാങ്കിന്ന് താഴ്ന്ന് വരത്തില്ല. ഇതിപ്പോൾ ഞാൻ പിടിച്ചിവിടെ കൺട്രോൾ ചെയ്ത് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് വർക്കിംഗ് കുറച്ച് നേരം ഞാൻ ഓണാക്കി ഇട്ടിരിക്കുകയാണ്, കുറച്ച് നേരമായി ഓണാക്കി ഇട്ടിട്ട്. നേരത്തെ ഹാഫ് ടാങ്ക് എത്ര ഡീസൽ അടിച്ചാലും ഇത് ഹാഫ് ടാങ്കിന്ന് താഴ്ന്ന് വരത്തില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കും. ഇതിവിടെ മൾട്ടിയിൽ ഇവിടെ വാല്യൂ ഉണ്ട്. ഞാനിവിടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂവൽ ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ഇവിടെ ഫ്ലോട്ടിന് പകരമായിട്ട് സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിന് പകരമായിട്ട് സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ. ഇപ്പം നിങ്ങൾക്ക് ആ ഫ്യൂവലിൽ നോക്കിയാണേ ഇത് പൊങ്ങുന്നത്. പതുക്കെ പതുക്കെ പൊങ്ങും. നേരത്തെ ഇവിടെ കൺട്രോളിങ് പറ്റത്തില്ലായിരുന്നു, ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മാനുവലി ഫസ്റ്റ് ഞാൻ നോക്കിയിട്ടാണ് ഇത് റിപ്പയറിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ പൊങ്ങുന്നുണ്ടോ? അതുപോലെ തന്നെ ആ മൾട്ടിയിൽ നോക്കിക്കോ, മൾട്ടിയിലും വാല്യൂ ചേഞ്ചായി വരും. മൾട്ടിയിൽ എങ്ങനെ വാല്യൂ ചേഞ്ചായി വരുന്നോ അതേപോലെ ഇവിടെ ഫ്യൂവലിൻ്റെ ഗേജും പൊങ്ങും. മൾട്ടിയിലൂടെ ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട് വാല്യൂ. ഫുള്ള് പോയിട്ടുണ്ട്. ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന അതേപോലെ ഇവിടെ വരും. ആ മൾട്ടിയിൽ നോക്കിയോ, ഫുള്ള് വാല്യൂ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, ഫുള്ള് പോയി. ഇനി എനിക്ക് തേക്കാൻ കഴിയും, നന്നായിട്ട് താത്തെടുക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ കൺട്രോളിങ് ചെയ്യുന്നുണ്ട്. മൾട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റ് ഞാൻ ഡൗൺ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഡൗൺ ആവും. ഇത് ഡൗൺ ആവുന്നുണ്ട്, ശരിക്കും ഡൗൺ ആയി. നമുക്ക് എത്രയാണ് വേണ്ടത് അവിടെ കൊണ്ട് നിർത്താൻ പറ്റും. നേരത്തെ ഫ്ലോട്ട് സിഗ്നൽ കൊടുത്താലും ഇത് വർക്കാവത്തില്ല. അതിന് ഇഷ്ടമുള്ള കണക്കാണ്, പകുതിയിലൊക്കെ പോയി നിന്നളായി. ഇപ്പം ഞാൻ ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലാണ് ഇവിടെ ഇരിക്കുന്നത് കൺട്രോളിങ്. ഞാൻ ഇവിടെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും 4 വോൾട്ട് ആയിട്ടുണ്ട്. 5 വോൾട്ടിൽ ഇത് കറക്റ്റ് കാൽ ടാങ്കിനടുത്ത് വന്നിരിക്കും.
കറക്റ്റ് 5 വോൾട്ട്. 5 വോൾട്ടിനകത്ത് കാൽ ടാങ്കിൽ വന്ന് സ്റ്റോപ്പാവും. ഇപ്പം ഞാൻ ഇവിടെ വിട്ടു. ഇത് ഇവിടെ അങ്ങ് നിന്നാണ്ടോ, ഇവിടെ സ്റ്റോപ്പ് ആയണ്ടോ. നേരത്തെ ഇവിടെ സ്റ്റോപ്പ് ആവത്തില്ല, ഇത്രയും നമുക്ക് കിട്ടത്തില്ല. ഞാൻ ഇവിടെ 5 വോൾട്ടിൽ ഇവിടെ സ്റ്റോപ്പ് നിർത്തണം. കറക്റ്റ് 5 വോൾട്ടിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 വോൾട്ട് 5 വോൾട്ട് 5 വോൾട്ട് യെസ് 5 വോൾട്ട് ആയിട്ടുണ്ട്. 5 വോൾട്ടിൽ സ്റ്റോപ്പ് ചെയ്താൽ കാൽ ടാങ്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ കുറഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. 5 വോൾട്ടാണ് ഇതിൻ്റെ കാൽ ടാങ്ക്. ഇപ്പോൾ ലൈറ്റ് കത്തും. അക്യുറസി ആയിട്ട് പിടിച്ച് നിർത്താനാണ് കൺട്രോൾ. ഈ ഫ്ലോട്ടാണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു, ജസ്റ്റ് കൈ കൊണ്ട് പൊക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇത് പതുക്കെയാണ് ചെയ്യുന്നത്. കറക്റ്റ് അക്യുറസി ആയിട്ട് കിട്ടുന്നില്ല. 5.70 കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ വരും. ഫുള്ള് താരത്തില്ലെങ്കിൽ ലൈറ്റ് കത്തും. ലൈറ്റ് കത്തിയിട്ട് ജസ്റ്റ് ആ വരയുടെ അടുത്ത് വന്ന് നിൽക്കും. കണ്ടോ, ആ വരയുടെ അടുത്ത് നിന്നാണ്ടോ. കറക്റ്റ് ലാസ്റ്റിലൊരു വരയുണ്ട്, ആ വരയുടെ അടുത്ത് നിന്ന് കറക്റ്റ് 5 ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഹാഫ് കിട്ടും. ഹാഫല്ല, ഈ കാൽ ടാങ്ക് കിട്ടും. ഇപ്പോൾ കറക്റ്റ് ആ പോയിന്റ് വരയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് വണ്ടിയിൽ കിട്ടത്തേ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഇതിൻ്റെ മെയിൻ ഫോൾട്ട്. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഫ്ലോട്ടിൽ ഇനി സിഗ്നൽ കിട്ടുന്നത്, ഇപ്പം ഞാനിത് മാനുവലി ഇവിടെ കൊടുത്താണ്. ഫ്ലോട്ടിൽ എങ്ങനെയാണ് സിഗ്നൽ കിട്ടുന്നത് അതേപോലെ ഇവിടെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പം ഞാനതൊന്ന് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇത് ഇത്രയും കണക്ട് ചെയ്തിട്ടാണ്, പക്ഷേ കറക്റ്റ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ എനിക്കിത് കൊറിയർ വന്നതാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അക്യുറസി ആയിട്ട് ചെക്ക് ചെയ്തേ കൊടുക്കാൻ കഴിയുള്ളൂ. അതിനാണ് ഞാൻ ഇത്രയും സെറ്റപ്പ് ചെയ്ത് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടെടുത്തത്. ഇത് ഇപ്പോഴും എടുക്കുന്നുണ്ട്, പൊങ്ങുന്നുണ്ട്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും ഇതുപോലെ ടൊയോട്ടയുടെ വണ്ടിക്ക് ഇങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ട്, ഈ ഫ്യൂവലിൻ്റെ ഇഷ്യൂ, ആർക്കെങ്കിലും ഇങ്ങനെ റിപ്പയർ ചെയ്യണമെങ്കിൽ എനിക്ക് കൊറിയർ അയക്കാമെന്നുള്ളതാണ്. ഞാൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് തിരിച്ചയക്കുന്നതാണ്. ഓക്കെ, ആരും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.